ചൂരമലയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ നൗഫലിന്റെ ഭാര്യ, മക്കള്, ഉമ്മ, ഉപ്പ, അതുപോലെ തന്നെ അനുജൻ അനുജന്റെ ഭാര്യ എന്നിങ്ങനെ 11ഓളം പേരാണ് ആ ദുരന്തത്തിൽ ദാരുണമായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിൽ 6 പേരുടെയും മൃതദേഹം ഇപ്പോഴും കിട്ടാനുണ്ട്. നൗഫൽ പ്രവാസിയാണ്. അപ്പൊ മക്കളോടുള്ള സ്നേഹമാണ് നൗഫലിന്റെ ആ വീഡിയോയിൽ ഇപ്പൊ കാണിക്കുന്നത്. നൗഫൽ മക്കളോട്, ആ 3 മക്കളോട് ഏത് രീതിയിലാണ് പെരുമാറിയത് എന്നത് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖമാണ് നൗഫലിന് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒരു കുടുംബം മൊത്തം ഒരു ദുരന്തത്തിൽ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രം ഈ ഭൂമിയിൽ അവശേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും, മക്കളും, ഉമ്മയും, ഉപ്പയും, അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം താങ്ങാവുന്നതിനപ്പുറം ഉള്ള ഒരു കാര്യമാണ്. നൗഫല് മസ്കറ്റിലായതുകൊണ്ട് മാത്രമാണ് നൗഫല് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നൗഫല് മക്കളോട് അങ്ങേയറ്റം വളരെയധികം സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അവസാനം നൗഫല് പ്രവാസ ലോകത്തിലേക്ക് തിരിക്കുമ്പോൾ മകൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് പിന്നീട് നൗഫല് പൊളിച്ചപ്പോൾ ആ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. നൗഫലിനെ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി പേർ ചൂരമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒക്കെ ഉണ്ട്. കുടുംബങ്ങൾ മൊത്തം ആ ദുരന്തത്തിൽ ഇല്ലാതായി ജീവിതത്തിൽ തനിച്ച് ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ഒരു പുനരധിവാസം നമ്മുടെ സർക്കാർ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം പ്രായോഗികമാവും എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. നൗഫലിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മളൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നൗഫലിന്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ പലപ്പോഴും ഞാൻ കണ്ണീർ വാർത്തിട്ടുണ്ട്. അത്രക്കും സഹിക്കാവുന്നതിലപ്പുറമാണ് നൗഫലിന്റെ ഈ വിഷയം, നൗഫലിന്റെ ഈ കാര്യം. ഏതായാലും നൗഫലിന് സംഭവിച്ച ഈ ദുഃഖത്തിൽ നൗഫലിനോടൊപ്പം നമ്മളൊക്കെ പങ്കുചേരാം. അതോടൊപ്പം തന്നെ നൗഫലിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. ആ കുടുംബത്തിന്റെ, അവരുടെ മരണപ്പെട്ടവരുടെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.